ഹായ്, വെൽക്കം ടു വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കിഡ്സിൻ്റെ സൈക്കിളുണ്ടെങ്കിൽ ഇതിന് മെയിനായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ് ഈ സപ്പോർട്ട് വീലിൽ ഇത് സ്റ്റക്കാവുന്നത്. ഇതപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുകൊണ്ടാണ് ഇത് സ്റ്റക്കാവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഉള്ളത് ഹോട്ട് വീലിൻ്റെ ഒരു സൈക്കിളാണ്. ഇതിപ്പം 3 ഇയറായി, നല്ല ക്വാളിറ്റിയുള്ള സൈക്കിളാണ്. ഫസ്റ്റ് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ റിമൂവ് ചെയ്യണം. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ് ഈ മുടി കയറുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് സ്റ്റക്കാകാനായിട്ടുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഈ മുടി കയറുന്നതാണ്. ഇനിയുണ്ട് റീസൺ. അപ്പോൾ ഏകദേശം 3 ഇയർ കൊണ്ട് ഇത്രയും മുടിയാണ് അതിൻ്റെ അകത്ത് കയറിയിരുന്നത്. ഇപ്പോഴും അത് ആ ബോൾട്ടിലിട്ട് കഴിഞ്ഞാൽ അത് നേരെ റൊട്ടേറ്റ് ചെയ്യത്തില്ല. പിന്നെ ചെറിയൊരു ടൈറ്റ്നെസ്സും ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തിന് ഡസ്റ്റ് കയറും. ഡസ്റ്റ് കയറി ഡസ്റ്റും പിന്നെ ചെറിയ ചെറിയ ഹെയർസും കൂടെ ഉണ്ട് ഇതേപോലെ കട്ടക്കായി അതിൻ്റെ അകത്തിരിക്കും. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കും. എന്ന് വെച്ചാൽ എൻ്റെ പ്ലാസ്റ്റിക്കിൽ ഒരുപാട് ഇതേ കണക്ക് ആ ഒരു പൊടിയും മുടിയും കൂടെ വീണ്ടും ഒട്ടിപ്പിടിച്ചിരുന്നായിരുന്നു. അപ്പോൾ അത് റിമൂവിനായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഇപ്പോൾ ടയർ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് മറ്റേ ടയറിനുള്ളത്. പിന്നെ അതും ഊരി റിമൂവ് ചെയ്ത് പിന്നെ അത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഒരു സ്പാനറും പ്ലെയറും കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. സ്പാനർ സെറ്റ് ഇതിനായിട്ട് വാങ്ങിക്കാതെ ഒരു 15 mm ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് വീലാണ്. അതിലും ഇതാണ് തന്നെ പൊടിയും ഡസ്റ്റും പിന്നെ അതെല്ലാം കൂടെ കട്ട പിടിച്ചും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഊരി ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തു. ഇത് പിന്നെ സപ്പോർട്ട് വീലായതുകൊണ്ട് ഇതിന് പിന്നെ ബോൾ ബിയറിങ് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറും ഒരു പ്ലെയറും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഈസി ആയിട്ട് ടൈറ്റാക്കാനും ലൂസാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിൽ 2 ഇൻസ്ട്രുമെൻറ്റും മിക്കവാറും വേണ്ടി വരും. അല്ലെങ്കിൽ നട്ടും ബോൾട്ടും ഒരേ സമയം ടൈറ്റ് ആവാതെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ റോളിംഗ് എന്നും സ്പിന്നിങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വീലും നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ ഓയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ആ ഒരു സ്പിന്നിങ് വീലെന്ന് വെച്ചാൽ ഫുള്ളി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം മുമ്പ് ഒട്ടും കറങ്ങാതിരുന്ന സാധനമാണ്. അതിപ്പം പൂർണ്ണമായിട്ടും ശരിയായിട്ടുണ്ട്. അപ്പോൾ ചാനൽ കണ്ടതിന് വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു റിക്വസ്റ്റ് ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.